ഹലോ. അടിപൊളി കോസ്റ്റ്യൂം. നല്ല ഉടുപ്പ്, ഉടുപ്പ് ചേരുന്ന ഒരു വെറൈറ്റി ഷർട്ടും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഈ മൈലാഞ്ചി വെച്ചിട്ട് കയ്യിലൊക്കെ വരയ്ക്കില്ലേ, ഇതുപോലെ നല്ല എന്തോ പറയും ആ ഡിസൈന്. നല്ല ഭംഗിയുള്ള ഡിസൈൻ വരയ്ക്കില്ലേ, അതുപോലെ ഷർട്ടില് പ്രിട്ടി നല്ല രസമുണ്ട് കേട്ടോ കോസ്റ്റ്യൂം. ഹാൻസം ആയിരിക്കുന്നു. മൈലാഞ്ചി ചെക്കൻ. ചെക്കോ എന്തോ എന്തായി മറ്റേ ഷർട്ടിന്റെ കാര്യം? ചേട്ടന്റെ കാര്യം ഒരു തീരുമാനമായി. എന്താണ്, എങ്ങനെയാണ്? അത് ഒന്നും നടക്കും തോന്നില്ല. അയ്യോ, അതാണ് തീരുമാനം. അത് എനിക്ക് ഇടാൻ പറ്റൂല എന്തായാലും. ആണോ? സങ്കടമായി പോയല്ലോ. ഒരു കാര്യം ചെയ്യാം, നിന്നെ കൂട്ടിപ്പോയി ഇവിടെ ഷൂട്ടിന് വരുമ്പോഴേ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഷർട്ട് വാങ്ങിച്ചിട്ടേ ഇനി കാര്യമുള്ളൂ. അങ്ങനെ വിടാം. അങ്ങനെ വെറുതെ വിട. ഞാനും വരട്ടെ, ഞങ്ങൾ വന്നാൽ ഞങ്ങക്ക് തരോ? ഞങ്ങൾക്ക് വേണം. കൂടെ വന്ന ഷർട്ട് എടുക്കുമ്പോ നിങ്ങൾക്ക് കൂടെ നിക്കാം. അച്ഛനും 2 മക്കളും കൂടെ സാറെ കൂട്ടത്. വേണ്ട വേണ്ട, അച്ഛനെല്ലാം മക്കൾക്കും എടുത്തു കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് അതിന്റെ ഒരു ഭംഗി. ബിരിയാണി പെൻഡിങ് ഞാൻ മേടിച്ച അച്ഛന്മാരാണ് മേടിച്ചത്. അല്ലെ 10 വർഷമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ഞാൻ മേടിച്ചത് ബിരിയാണി അല്ലേ. അത് ഒന്നും നടന്നില്ല. ഷർട്ട് എടുക്കാൻ പോകുമ്പോ ഞാൻ ബിരിയാണി തരും. ഉണ്ണി സാറിന്റെ അടുത്ത് പലതും പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല എന്ന് MJ സാർ പറയുന്നു. ഈ 2 മക്കളുണ്ടായിട്ട് എന്ത് ഒരു കാര്യമില്ല. അപ്പൊ പാട്ട് ചെയ്താ സെന്താഴം പൂവിൽ, തമിഴ് സെന്താഴം പൂവിൽ. നമ്മുടെ രാജായുടെ ഫേവറേറ്റ് സോങ് എന്ന് പറയുന്നു. സൂപ്പർ സ്റ്റാർ സോങ്. ഉണ്ണിച്ചേട്ടാ, ഈ പാട്ട് എത്ര ഗാനമേളയ്ക്ക് പാടിക്കോണം. അയ്യോ അല്ലെ, രാജാ സാർ എന്ന് പറയാൻ തന്നെ അതിന് നമ്മൾ 5 പ്രാവശ്യം ആലോചിക്കണം. അത് ഇപ്പൊ എനിക്ക് അത് പറയാൻ അർഹതയുണ്ടോ, ആ പേര് പറയാൻ അർഹതയുണ്ടോ എന്ന് ഞാൻ ആലോചിക്കണം. ആ രീതിയിലുള്ള ഗ്രേറ്റ് മ്യൂസിക് കമ്പോസറാണ്. അപ്പോൾ രാജാ സാറിന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ഫാൻ. എൻ്റെ ഒരു കൊച്ചുകുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ആ സമയത്ത്, പണ്ട് പ്രീ ഡിഗ്രിയാണ്, ആ സമയത്ത് എൻ്റെ വീട്ടില് എൻ്റെ ബെഡ്റൂമിന്റെ അവിടെ ഒരു രാജാ സാറിന്റെ ഒരു വലിയൊരു ഫോട്ടോ ഒട്ടിച്ചു. അപ്പോ അമ്മയൊക്കെ വന്ന് ചോദിക്കും, എന്താടാ ഇത്? ഞാൻ പറഞ്ഞ അതല്ലേ രാജാ സാർ. അതിന് ഇവിടെ എത്ര ഒട്ടിച്ചു വെക്കണോ? അപ്പൊ അങ്ങനെയൊക്കെ അത്രത്തോളം ഇഷ്ടപ്പെട്ടാണ്. ആർഡൻ ഫാൻ ഓഫ് രാജാ സാർ ഓൾവേസ്. അപ്പൊ ഈ പാട്ട് അങ്ങനെ ഒരു പാട്ടാണ്. കണ്ണദാസൻ സാർ ലിറിക്സ്, പിന്നെ ഓഫ് കോഴ്സ് യേശുദാസ് സാർ ആ ശബ്ദം മുഴങ്ങും അല്ലെ. സിനിമ മുള്ളും മലരും. ജീവിതം പോലെ തന്നെ മുള്ളുണ്ട് മലരും ഉണ്ട് അല്ലെ. പക്ഷെ നീ നല്ല പാട്ടിന്റെ പൂക്കൾ വിടർത്തുന്ന സൗരംഗരാണ് അല്ലെ. അപ്പൊ ഇത് ഏത് വർഷമാണ്? 1978-ലുള്ളതാണ്. ഓക്കെ, അപ്പോ മിടുക്കനായിട്ട് പാടാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. பூவாசம் மேடை போதுதம்மா, பெண் போல ஜாடை பேசுதம்மா. அம்மம்மா ஆனந்தம், அம்மம்மா ஆனந்தம். வளைந்து நெளிந்து போகும் பாதை மங்கை மோக கூந்தலோ. மயங்கி மயங்கி செல்லும் வெள்ளம் பருவனான ஓடலோ. ஆலங்கொடி மேலே கிளித்தேன் கனிகளை தேடுது. ஆசை கோயில் பாஷையின்றி ராகம் என்ன பாடுது. காடுகள் மலைகள் தேவன் கலைகள் செந்தாழம் பூ
ராஜகுமாரி மேகமாக போகிறாள். ஜரிகை நெளியும் சேலை கொண்டு மலையை மூட பார்க்கிறாள். பள்ளம் சிலர் உள்ளம் என்னை ஏன் படைத்தான் ஆண்டவன். பட்டம் தரை தேடுகின்றேன், எங்கே அந்த நாயகன். மலையின் காட்சி இறைவன் ஆட்சி. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. இளைய பருவம் மலையில் வந்தால் தேகம் சொர்க்கம் சிந்தனை. இதழை வருடும் பனியில் காற்று கம்பன் செய்த வர்ணனை. ஓடை தரும் வாடை காற்று வானுலகை காற்றது. உள்ளே வரும் வெள்ளம் ஒன்று எங்கோ என்னை கூட்டுது. மறவேன் அற்புத காட்சி. செந்தாழம் பூவில் வந்தாடும் தென்றல் என் மீது மோதுதம்மா. பூவாசம் மேடை போதுதம்மா, பெண் போல ஜாடை பேசுதம்மா. அம்மம்மா ஆனந்தம், அம்மம்மா ஆனந்தம். ശരി. ഒരു 9 into 11 കൂട്ടിക്കോ, 9 into 11 അല്ലെങ്കിൽ 11 into 9. എത്രയാ? 99. ആ ആ 99. ആ 99ന് കൂടെ ഒരു മാർക്കും കൂടെ ചേർക്കാം. അപ്പൊ എത്ര? അതും പോരാ, പോരെ? അതും പോരാ, പോരാ. ഉണ്ണിച്ചേട്ടാ പിന്നെ ഉണ്ണിയങ്കള് 100 പോരെന്ന്. ഒരു 2 സ്റ്റാർ കൂടി. ആ. So it's going to be 100 on 100 for Sarankudan plus 2 stars today. ഒരു മധുരമുള്ള എൻ மீது மோதுதம்மா. செந்தாழம் பூ